സ്നേഹക്കടലോടാണെനിക്കു പ്രേമം, സ്നേഹക്കടലോടാണെനിക്കു ദാഹം. നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഉണ്ട്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അൽ മവാഹിബുൽ ജലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. വലിയ എഴുത്തുകാരൻ, വലിയ സാഹിത്യകാരൻ, വലിയ പണ്ഡിതൻ, വലിയ പ്രഭാഷകൻ. പഴയകാലത്തെ പ്രഭാഷകരിൽ തഴവ ഉസ്താദിന്റെ പ്രസംഗമൊക്കെ എന്നൊക്കെ പറഞ്ഞ മണിക്കൂറുകളോളം ഗംഭീര പ്രഭാഷണം. എന്നെയൊന്നും പോലെയല്ല, അവരൊക്കെ വലിയ വലിയ ഗുരുനാഥന്മാർ. ഒരുപാട് ഇൽമുകൾ ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ പണ്ഡിത പ്രമുഖരായിരുന്നു അവരെല്ലാം. ബഹുമാനപ്പെട്ടവരാരെങ്കിലും ഒരാൾ ഞാൻ ഉംറയ്ക്ക് പോവാണ് ഉസ്താദെ ദ്വാരക്കണം, ഞാൻ മക്കത്ത് പോവാണ്, ഹജ്ജിന് പോവാണെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഉപദേശം മദീനത്ത് പോയി ആരോടും പിണങ്ങരുത്. മദീനത്ത് പോയി കടയിൽ നിന്നൊരു സാധനം വാങ്ങിയാൽ പോലും അവരോട് വഴക്കിടരുത്. അവർ ചോദിക്കണ പൈസ കൊടുത്തേക്ക്. മദീനയുടെ മണ്ണിൽ ഇന്ന് കഴിയുന്ന ഒരാളോടും, അവര് അൻസാറുകളുടെ കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ, അതല്ല ഇപ്പൊ അവിടെ താമസിക്കുന്ന മറ്റു സ്ഥലത്തുള്ളവരാകട്ടെ, മദീനയുടെ മണ്ണിൽ യാതൊരുവിധ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുതേ എന്ന പ്രധാനപ്പെട്ട വസിയ്യത്ത് അദ്ദേഹം പറയുമായിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വല്ലാത്ത അനുഭൂതിയായിരുന്നു അതെല്ലാം. നമുക്കിന്നെല്ലാം ചെറുതായി വരുന്നു, നമ്മുടെ മഹബത്ത് ഷോ ആയി വരുന്നു, നമ്മുടെ ഇഷ്ക് മജ്ലിസുകൾ പ്രകടനമായി വരുന്നു എന്നൊക്കെ തോന്നിപ്പോവാണ്. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നോക്കാൻ പോലും തോന്നുമോ എന്ന വിധം നമ്മളൊക്കെ എന്തോ കാട്ടിക്കൂട്ടുന്നു എന്ന് തോന്നിപ്പോവാണ്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർക്കരുത് റബ്ബേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർക്കരുത് റബ്ബേ, ആമീൻ. നമ്മുടെ മുമ്പിലൂടെ ഇപ്പൊ MD ഉസ്താദൊക്കെ ഇറങ്ങിപ്പോയതുപോലെ മുമ്പൊരാൾ ഇറങ്ങിപ്പോയിരുന്നു, ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് പറയുന്നു. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. വരുന്നതും പോകുന്നതൊന്നും ഞങ്ങൾ അറിയൂല. പാവം ഒരു സാധുവായ മനുഷ്യൻ. വഫാത്തിന് ശേഷം അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട ഡേറ്റും തീയതിയും സമയവും ഒക്കെ എഴുതി ഇങ്ങനെ കിതാബിന്റെ അതേ അറബി പോലെ ഭംഗിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഡയറത്താളുകൾ കണ്ടപ്പോ പലർക്കും അത്ഭുതം തോന്നിയെങ്കിലും അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് അതൊരു അത്ഭുതമൊന്നും ആയിരുന്നില്ല. കാരണം എന്താ, ഇതൊക്കെ എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അവർക്കൊക്കെ അറിയാം. കാരണം അങ്ങനെ പകിട്ടാർന്ന ജീവിതമാണല്ലോ അവരിവിടെ ദുനിയാവിൽ നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത്. അതൊന്നും അഭിനയമായിരുന്നില്ല കേട്ടോ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോ അവിടുത്തെ സമ്പന്നനായ ഒരു മനുഷ്യൻ കടന്നുപോയി. സ്വഹാബത്ത് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, ഈ മനുഷ്യൻ ഒരുപാട് സ്വത്തുള്ള മനുഷ്യനാ നബിയേ. ആ മനുഷ്യന് പെട്ടെന്നൊരു സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരോടും കൈനീട്ടി യാചിക്കേണ്ടുന്ന അവസ്ഥയില്ല റസൂലേ. ആ മനുഷ്യൻ അല്ലാഹു ഒരുപാട് സ്വത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ രണ്ടാമതൊരു മനുഷ്യൻ ആ സരസ്സിലൂടെ കടന്നുപോയി. പാവപ്പെട്ട ഒരു മുഹാജിറായ സ്വഹാബി. അല്ലാഹുവിന്റെ റസൂലേ, നമ്മുടെ ഇടയിൽ വെറും പാവപ്പെട്ടവനായ മുഹാജിറാണ് ആ പോകുന്നത്, അങ്ങ് മദീനത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ എല്ലാം മാറ്റിവെച്ചിട്ട് പുന്നാര ഹബീബേ അങ്ങയോടൊപ്പം ഓടിയെത്തിയ ആളാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് മദീനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ, വരുമോ എന്ന് ചോദിച്ചപ്പോ വരുന്നു എന്ന് ആവശ്യപ്പെട്ടപ്പോ എല്ലാം മാറ്റിവെച്ചിട്ട് അങ്ങയുടെ കൂടെ ഇറങ്ങി വന്ന പാവപ്പെട്ടവരാണ്. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തിട്ട് എല്ലാം മാറ്റിവെച്ചിട്ട് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തങ്ങളോടൊപ്പം ഇറങ്ങിയവരാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് മനുഷ്യരെ കുറിച്ചും കേട്ടിട്ട് പറഞ്ഞത്, ആദ്യം പോയ മനുഷ്യൻ ഭൂമി നിറച്ചുണ്ടാകുന്നതിനേക്കാളും നല്ലത്, ആദ്യം നിങ്ങൾക്കിടയിലൂടെ നടന്നുപോയ മനുഷ്യൻ ഈ ഭൂമി നിറയെ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് രണ്ടാമത് പോയ മനുഷ്യൻ ഒരാളുണ്ടാകലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹൃദയം അറിയുന്ന പ്രേമമുണ്ടാക്കിയെടുക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചറിയുന്ന പ്രേമത്തിന്റെ ഇഷ്ടത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സലാത്ത് സലാമുകൾക്ക് മറുപടി പറയുന്നത്. അവിടെയാണ് എനിക്കുമൊന്ന് കാണണമല്ലാ, നെല്ലിക്കുത്തിലെ എന്റെ പാവപ്പെട്ട ആശിക്കായ മനുഷ്യനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിൽ നീ ഒതുവെടുപ്പ് കിടന്നുറങ്ങുന്ന ഉറക്കത്തിന്റെ കിനാവിന്റെ കവാടത്തിന്റെ മുന്നിൽ മദീനയുടെ മണവാളൻ വന്ന വാതിൽ മുട്ടുന്ന റബീഉൽ അവ്വലിന്റെ ഒരു പവിത്രമായ ജുമാരാവ് നിനക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അല്ലാതെ മലപ്പുറം ജില്ലയിലെ കുറച്ച് ആളുകൾ അറിയാൻ വേണ്ടിയുള്ള പ്രകടനമല്ല. എന്റെ ഇഷ്കിനെ കുറിച്ച് ബോധ്യപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളല്ല. അതിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന, മദീനയിലേക്ക് അറിയാതെ എത്തിപ്പോകുന്ന, എന്തിനേറെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ അറിയാതെ ഹൃദയത്തിന്റെ അകത്തൊരു വല്ലാത്ത മുഴക്കം വന്നു പോകുന്ന, ഒരു കൊത്തിവലിക്കൽ വന്നു പോകുന്ന, ഒരു പിടിച്ചുവലിക്കൽ വന്നു പോകുന്ന ഒരു യഥാർത്ഥ പ്രേമിയായി മാറുന്നിടത്താണ് അല്ലാഹുവേ നമുക്ക് വിജയമുണ്ടാകുന്നത്.